അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇത് പാതിരാത്രിക്കൊരു ചട്ടിച്ചോറ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നൊരു 11-12 മണിയൊക്കെ ആയപ്പം വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ചട്ടിച്ചോറിൻ്റെ വീഡിയോസ് ഒരുപാട് കണ്ടത്. അപ്പം പിന്നെ ഒരാഗ്രഹം എന്തായാലും ഇപ്പോൾ ചട്ടിച്ചോറ് തിന്നണം എന്ന്. അങ്ങനെ പിന്നെ ഉണ്ടാക്കിയതാണിത്. ഒന്നുമില്ല, ബീഫിൻ്റെ കറി ഉണ്ടല്ലോ, അപ്പോൾ ആ കറി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. മുളകിട്ടതാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ ചട്ടിച്ചോറിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് കുശാലായിട്ടൊരു ചട്ടിച്ചോറ്. അപ്പോൾ പപ്പടവും ഓംലെറ്റും ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ബീഫ് കറിയിൽ ചോറ് കൂട്ടൊന്ന് പരക്കിയിട്ട് അങ്ങ് തിന്നാന്ന്. പക്ഷെ മോക്കത് പോരാ, അവൾക്ക് ഓംലെറ്റും പപ്പടവും എല്ലാം വേണമെന്ന് പറഞ്ഞു. പിന്നെ അതൊന്ന് കുശാലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പടം പൊരിച്ചെടുത്തിട്ട് പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ ഓംലെറ്റ് അങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു അടുപ്പിൽ ഞാനിപ്പോൾ ഇത് അങ്ങനെ ബീഫിൻ്റെ കറി ഇങ്ങനെ ഒന്ന് തിളക്കാനായി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു മണ്ണിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബീഫിൻ്റെ ഗ്രേവി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 പീസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഇതിനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചിട്ടൊന്ന് വറ്റി വരണം. ഒന്നെന്താ പറയുക, നല്ലൊരു ആ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കണക്കിനാവുമ്പം ചോറിട്ട് കൊടുക്കാം. അന്നേരം ചോറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചോറിലേക്ക് ഈ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കറി ഒന്ന് വറ്റി വരുമ്പം ചോറങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഈ ചോറും കൂടെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിച്ചോറ് തിന്നാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ പാതിരാക്കൊക്കെ തിന്നുക എന്നുള്ളത്. അപ്പം ചോറ് നന്നായി ചൂടായിട്ടുണ്ട്. കറിയും ചോറും ഒക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പപ്പടവും ഓംലെറ്റും കൂട്ടി തിന്നാം. ബീഫ് കറീൻ്റെ കൂടെ എപ്പോഴും അച്ചാർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ചോറിന് സ്വതവേ ബീഫ് കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറുണ്ടെങ്കിൽ അതും സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ കുഴച്ച് വാരി തിന്നുക എന്നുള്ളതും അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പാതിരാത്രി ചട്ടിച്ചോറ് തിന്നുന്ന കാഴ്ചയാണിത്. ഇപ്പം മീൻ കറിയൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിന് മുമ്പ് ഞാനങ്ങനെ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഉണ്ടാക്കലല്ല, ശരിക്കും ചട്ടിച്ചോറ് ഉണ്ടാവലാണ്. തലേന്നത്തെ കറിയൊക്കെ ചട്ടിയിൽ ഇങ്ങനെ വറ്റിച്ച് വെച്ചതിലേക്ക് ചോറിട്ട് പരക്കി തിന്നുക എന്നുള്ളത് അത് ഒന്നും പറയാനേ ഇല്ല. ഏത് തരം ഫുഡ് കിട്ടിയാലും ആ ഒരു ചോറിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ഇനി ഇപ്പം അത്താഴത്തിനൊന്നും തിന്നേണ്ടി വരില്ല, കാരണം ഈ ഒരു ചോറ് തന്നെ നല്ല ഫില്ലായിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, വേറെ ഒന്നും പറയാനില്ല.